കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരാം രാജ്യത്തിൻ്റെ സേനാപതിയായിരുന്ന നയമാനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ശ്രദ്ധിക്കുക, അവിടെ ഒരു യുദ്ധം നേരിടുന്ന സമയത്ത് അരാമിന് ഒരു ജയം കൊടുക്കുന്നു. അത് ആര് മുഖാന്തരമാണ്? നയമാൻ മുഖാന്തരമാണ്. അതുകൊണ്ട് അരാമിലെ രാജാവ് അവനെ മാന്യനും മഹാനുമായിട്ട് എണ്ണുന്ന ഒരു സാഹചര്യത്തെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ അല്ലേ, മഹാനും മാന്യനുമായി എണ്ണി. അടുത്ത് പറയുന്നത് അവൻ പരാക്രമശാലി എങ്കിലും. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. 1, അവൻ മഹാനാണ്. 2, അവൻ മാന്യനാണ്. 3, അവൻ പരാക്രമശാലിയാണ്. എങ്കിലും അവൻ കുഷ്ഠരോഗി ആയിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നവരിൽ പലപ്പോഴും നിങ്ങൾ മഹാനായിരിക്കാം, നിങ്ങൾ മാന്യനായിരിക്കാം, നിങ്ങൾ പരാക്രമശാലിയായിരിക്കാം. സമൂഹത്തിലോ ദേശത്തിലോ കുടുംബത്തിലോ ചുറ്റുപാടിലോ സഭയിലോ നിങ്ങളൊരു പക്ഷേ നല്ല രീതിയിൽ, നല്ല സ്ഥാനത്തിൽ, നല്ല മേഖലയിൽ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നയമാനെ പോലെ ഒരു കുഷ്ഠം നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നീ അറിയാതെ പോകരുത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. പലപ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോൾ പലതും ഉണ്ടെങ്കിലും പല നന്മകളോ അനുഗ്രഹങ്ങളോ വിശാലതകളോ വിടുതലുകളോ ജീവിതത്തിൽ അനുഭവിക്കുന്നു എങ്കിൽ പോലും സ്തോത്രം, അകത്തളങ്ങളിൽ കുഷ്ഠം ബാധിച്ച അവസ്ഥ, അകത്തളങ്ങളിൽ ശൂന്യത ബാധിച്ച അവസ്ഥ. യെരിഹോ പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എലീശയോട് അവിടെയുണ്ടായിരുന്ന പുരുഷാരം പറഞ്ഞൊരു വാചകമുണ്ട്: പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, ദേശം സ്തോത്രം ഗർഭനാശകവും വെള്ളം ചീത്തയുമാണ് എന്നതുപോലെ നിൽക്കുന്നൊരു സാഹചര്യം. എന്നാൽ ഇതുപോലെ ആയിരുന്ന നയമാൻ്റെ അവസ്ഥ എപ്പോഴാണ് മാറിയത്? എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് സ്തോത്രം യോർദാനിൽ ചെന്ന് 7 വട്ടം കുളിക്കുന്ന സമയത്താണ് അവൻ്റെ ശൂന്യത ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പുറമേയുള്ളത് പ്രശ്നങ്ങളില്ല, എന്നാൽ അകത്തളങ്ങളിൽ കുഷ്ഠം ബാധിച്ചതുപോലെ ഒരു ശൂന്യത നിങ്ങളെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക. നീ മഹാനായിരിക്കുമ്പോൾ, നീ മാന്യനായിരിക്കുമ്പോൾ, നീ പരാക്രമശാലി ആയിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിനകത്ത്, നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ ഇന്നർ ലൈഫിനകത്ത് കിടക്കുന്ന ശൂന്യതയെ മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നീ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിലേ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിലേ അത് സാധ്യമാകുകയുള്ളൂ എന്നും കൂടെ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ മഹത്വം ഈ പ്രഭാതത്തിൽ ഈ സ്തോത്ര സന്ദേശം കേൾക്കുന്നവരിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശൂന്യത അനുഭവിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്ന് ശൂന്യത മാറിപ്പോകുവാൻ ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.